നിങ്ങൾ കാലിന് മുടന്തുള്ള ആളല്ലേ, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല, വാപ്പ വരരുത്, വാപ്പ വരക്കിരുന്നോ, ഞങ്ങൾ പോകാം. ഖാലിദ് എന്ന മകൻ, അബ്ദുല്ലാഹി എന്ന മകൻ, ഇവരൊക്കെ പറഞ്ഞു വാപ്പ നിങ്ങൾ വരണ്ട, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ പുരക്കിരുന്നു, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമല്ലല്ലോ, മക്കളെ വാപ്പാക്ക് വരണല്ലോ. വാപ്പാരക്കാൻ പറയും ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പോകണമെന്നോ വേദന കേൾക്കണമെന്നോ, മക്കൾ വാപ്പ നിങ്ങൾക്ക് വയ്യാത്തല്ല, വാപ്പ നിങ്ങൾ പുരക്കിരുന്നോ, വാപ്പ എന്നാ എനിക്ക് പോയേ പറ്റൂ, അങ്ങനെ ഉണ്ടാവില്ലേ? സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധം കഴിയുകയും ബദരീങ്ങളുടെ മഹത്വം അല്ലാഹുവിന്റെ റസൂൽ പറയുകയും ചെയ്തപ്പോ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരുന്നു. ഉഹദ് യുദ്ധം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ പറഞ്ഞു, നബിയേ, ഉഹദ് എന്ന യുദ്ധം, ഇനിയൊരു യുദ്ധം നടക്കാനുണ്ടെങ്കിൽ എന്റെ കാലിന് മുടന്തിന്റെ പേരിൽ എന്നെ തടഞ്ഞു വെക്കാൻ മക്കൾ അനുവദിക്കരുത് നബിയേ. എന്റെ മക്കളോടങ്ങ് പറയണം, വാപ്പാക്ക് പോണമെങ്കിൽ വാപ്പ പൊയ്ക്കോട്ടെ, എന്നെ പോകാനൊന്ന് സമ്മതിക്കണം നബിയേ. മക്കളോട് പറഞ്ഞാ മതി നബിയേ. യാ അല്ലാ, ഗൾഫ് പോകാൻ അയക്കണം എന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം? യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കണം. എന്താണ് ആ ഈമാനൊക്കെ? പടച്ചറബ്ബേ, നമ്മളൊക്കെ പറയും സ്വഹാബത്തിന്റെ കാലത്തൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന വലിയ ഉഷാറായി പോയേനെ. ഇതൊക്കെ ആലോചിക്കണം. യുദ്ധത്തിന് പോകാൻ വേണ്ടി പറയുമ്പോൾ നമുക്കൊക്കെ പോകാൻ കഴിയോ? നമ്മളൊക്കെ ആ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ? സ്വഹാബത്ത് ചെയ്ത ത്യാഗം നമ്മളെ കൊണ്ട് പറ്റുമോ? ഉഹദ് യുദ്ധം നടക്കുമ്പോൾ മഹാനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയി ഷഹീദായി മുടന്തങ്കാലുകൊണ്ട് നബിയോട് പറയുമായിരുന്നു, നബിയേ, വല്ലാഹി എനിക്ക് കൊതി തോന്നുന്നു നബിയേ, അൻ അദ്ഖുലൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കണം, ബിഅർജതി ഹാദി, എന്റെ കാലിലെ ഈ മുടന്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കണം നബിയേ. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഷഹീദായതിന്റെ ശേഷം അംർ ഇബ്നുൽ ജമൂഹ് എന്നവർ മുടന്തങ്കാല് കൊണ്ട് സ്വർഗ്ഗത്തിൽ കയറി പോകുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിൽ പോയി ഷഹീദായി. ഉഹദിലെ ഷഹീദാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു. ഉഹദ് യുദ്ധത്തിന്റെ പ്രത്യേകത, ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബിമാരെ മറവ് ചെയ്തിട്ടുണ്ട്. ഉഹദിന്റെ താഴ്വര കണ്ടിട്ടില്ലേ, ജബൽ ഉഹദ്? അതിന്റെ താഴ്വരയിൽ ഹംസ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ഒരു വലിയൊരു ഹായിത്തുണ്ട്, ഇപ്പോൾ ഒരു കെട്ടിന്റെ ഒരു ബൗണ്ടറി. അതിൽ ഹംസ റളിയല്ലാഹു അൻഹു മറ്റ് പ്രമുഖരായ സ്വഹാബിമാരുണ്ട് അവിടെ. നമ്മൾ പറയാം, അവിടുത്തെ ഖബർ ഇപ്പൊ എന്തേ പൊന്തിക്കാഞ്ഞത്? സ്വഹാബത്തിന്റെ ഖബർ, അതല്ലെങ്കിൽ ജന്നത്തുൽ ബഖീഇലേത് ജന്നത്തുൽ മുഅല്ല, അവിടെ കിടക്കുന്നത് മുഴുവൻ വിഐപികളല്ലേ? എല്ലാരും വിഐപികളല്ല. ആരുടെ പൊന്തിക്കുക? സ്വഹാബത്തിന്റെ കാലത്ത് എല്ലാരും. നമ്മുടെ ഉലമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം. അത് സാധാരണക്കാരെ പോലെ ആയിപ്പോകരുത്. അതിനെ അടയാളപ്പെടുത്താൻ അത് ഉയർത്തിവെക്കാൻ പറഞ്ഞത്. അത് വേണ്ടെന്ന് പറഞ്ഞ ഹദീസുകൾ മുഴുവനും പഠിച്ച ഉലമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം. അവരുടെ സിയാറത്ത് കൊണ്ട് മൻഫഅത്ത് വേണം. സ്വഹാബത്തിനോട് എന്തുകൊണ്ട് ചെയ്തിട്ട്? എല്ലാവരും വിഐപികളല്ലേ? ആരുടെ ബുക്ക് എല്ലാവരും. അതുകൊണ്ട് ജന്നത്തുൽ ബഖീഉം ജന്നത്തുൽ മുഅല്ല ഒക്കെ അങ്ങനെ കിടക്കുന്നത്. അവരിൽ വിവിഐപി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബയിൽ. ഒരു ഖബറിൽ രണ്ട് സ്വഹാബിമാരെ കടത്തിയിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വാപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഷഹീദായത് ഉഹദിലാണ്. എന്റെ വാപ്പയെയും അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെയും ഒരു ഖബറിലാ മറവ് ചെയ്തത്. അന്ന് ജാബിർ തങ്ങൾക്ക് വയസ്സ് 18 17 വയസ്സാണ്. വാപ്പാനെ മറവ് ചെയ്ത് കണ്ടു. വാപ്പയെ താഴെ കിടത്തി, നേരെ മേലെയാ കിടത്തിയത് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ. ബഹുമാനപ്പെട്ടവര് മരിക്കുമ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ചിട്ടാണ് മരിച്ചത്. ആര്? ഷഹീദായത് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. നെറ്റിയിൽ ഒരു അമ്പ് തറച്ചപ്പോ ആ അമ്പ് പിടിച്ചു വലിച്ചെറിഞ്ഞപ്പോ ശക്തമായ ചോര വന്നപ്പോ കൈ കൊണ്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ അടച്ചു പിടിച്ച് കിടന്നതാ. ആ കിടപ്പിൽ ഷഹീദായി അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉലമാ ഒക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പ്രബലമായ അർത്ഥശങ്കക്കിടമില്ലാത്ത സംഭവമാണ്. നമ്മൾ അങ്ങനത്തെ ഒന്നുമല്ല ഇവിടെ വിളിച്ചു പറയുന്നത്. ആധികാരികമായ ഒരു സദസ്സാണ്. ഒരു മൈക്കിന് മുമ്പെന്ന് ഞാൻ പറയാണ്, ഇത് നമ്മൾ ആധികാരികമായി ഇവിടെ പറയാൻ പറ്റൂ. അതുകൊണ്ട് മുഅ്മിനെ ഒരു സംശയം വേണ്ടാത്ത സംഭവമാണിത്. സ്വഹാബിയല്ലേ, നെറ്റിയിൽ കൈവച്ചുകൊണ്ടാ കിടന്നത്. പക്ഷേ യുദ്ധമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മറവ് ചെയ്യാൻ കൊണ്ടുവരുമ്പോ കൈ നിർത്തിയിട്ട് നിവരുന്നില്ല. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മിഫ്സലുകൾ നേരെയാക്കി കൊടുക്കണ്ടേ, കണ്ണ് ചിമ്മി കൊടുക്കണം. അങ്ങനെ അങ്ങ് മരിച്ച് ശരീരം ഫ്രീസായി പോയാൽ പിന്നെ നിർത്തിയ നീരൂല. അംർ ഇബ്നു ജമൂഹയുടെ കൈ അങ്ങനെ കഫൻ ചെയ്ത് മറവ് ചെയ്ത സ്വഹാബിയാണ്, മറവ് ചെയ്യപ്പെട്ട സ്വഹാബി അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു. അപ്പൊ മേലെ അവരെ കടത്തിയത് കൈ ഇങ്ങനെ കിടന്നത് നെറ്റിയിൽ, മറ്റേത് ശരിയാ ഒരു കൈ ഇങ്ങനെയായിരുന്നു. ഇതേ ജാബിർ റളിയല്ലാഹു അൻഹു 58 വയസ്സുള്ളപ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസ്,
ഉഹദ് മലയിൽ ശക്തമായ മഴ പെയ്തപ്പോ, മഴവെള്ളപ്പാച്ചിൽ വന്നപ്പോ മലയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു. ഉഹദ് മലയിൽ നിന്ന് ആ വെള്ളം ഒഴുകി വന്നത് മഹാന്മാരായ സ്വഹാബിമാർ ഉഹദിലെ ശുഹദാക്കൾ കിടന്ന ഖബറിന്റെ മുകളിലൂടെയാണ്. വെള്ളം കൊണ്ട് ഒലിച്ചപ്പോ ഒരുപാട് ഖബറിന്റെ മേലത്തെ മണ്ണങ്ങ് നീങ്ങിപ്പോയി. ഒരുപാട് ഖബർ പുറത്തായി. നോക്കും അവരൊക്കെ അതേപോലെ കിടക്കുന്നുണ്ടെന്ന്. അതാ ഏറ്റവും വലിയ അത്ഭുതം. എല്ലാവരെയും എടുത്തു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും എടുത്തു, കൊണ്ടുവന്നു. രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവരിക. അങ്ങനെ ഖബർ തുറന്നതിലുണ്ട് എന്റെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ അസിന്റെ ഖബറും റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ജമൂഹ് എന്നവരും കടന്ന ആ ഖബറും പുറത്തായിട്ടുണ്ട്. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെയും എന്റെ വാപ്പയെയും രണ്ടാമതൊന്ന് കഫൻ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന് കിടത്തി. അപ്പൊ കൈ ഇങ്ങനെ ഒരു കുഴപ്പം. 40 കൊല്ലം കഴിഞ്ഞിട്ട്, 40 വർഷം കഴിഞ്ഞ് സ്വഹാബിമാരുടെ ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എന്താ ഉമ്മിനെ, എന്താണിത്? ഭൗതിക നിയമങ്ങൾ അല്ലാഹു പൊളിച്ചെഴുതുക. മണ്ണിൽ വെച്ച അലിയണം. ചിലത് അല്ലാഹു തൊടാൻ സമ്മതിക്കൂല. ചില മണ്ണുകളോട് പറയും തൊടണ്ട, അവിടെ കടന്നോട്ടെ. 2 ആയത്തിലാ ഖുർആൻ പറഞ്ഞത്. لا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയ ആളുകൾ അങ്ങനെയാണ്. അവർ മരിച്ചവരാണെന്ന് വിചാരിക്കല്ല, ജീവിച്ചിരിപ്പുണ്ട്. ഹയാത്തൻ തലീഖു ബിഹിം, അവരവരോട് യോജിച്ച ഒരു ഹയാത്ത് അല്ലാഹു അവർക്ക് കൊടുക്കുന്നുണ്ടെന്നേ മനസ്സിലാക്കാൻ പറ്റൂ. അവർ ചോറിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവർക്ക് ജീവനുണ്ട്. സ്വഹാബിമാൽ കാണിച്ചു അല്ലാഹു തആല. റൂഹിന്റെ ഇടപെടൽ നോക്കണം. അംർ ഇബ്നുൽ ജമൂഹ് തങ്ങളെ രണ്ടാമത് മറവ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴും കൈ നെറ്റിയിലാണ്. ആ കൈ ഒന്ന് നിവർത്താൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് നിവരാത്ത കൈ ഞാനൊന്ന് പിടിച്ചു വലിച്ചു നോക്കിയപ്പോൾ കൈ ഇങ്ങോട്ട് വന്നു. പക്ഷേ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞങ്ങൾ മുഴുവനും കണ്ടുവന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. 40 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സ്വഹാബിയുടെ മയ്യത്താണിത്. അവിടെ തന്നെ വെച്ചു കൈ, ചോര വന്നു നെറ്റിയെന്ന്. ഇതൊന്നും ഭൗതിക സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റൂല. ആലമിൽ ബർസഖിൽ അത്ഭുതങ്ങളാ. ചിലതൊക്കെ അല്ലാഹു കാണിച്ചു തരും. ലോകത്ത് നൽകുന്ന മുഴുവൻ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? മുഅ്മിനീങ്ങൾക്ക് സാമ്പിൾ മതി. യുക്തിവാദിക്ക് 1000 പറഞ്ഞു കൊടുത്താലും തിരിയൂല. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നിലർത്തി തരുമാറാകട്ടെ. അങ്ങനെ മറവ് ചെയ്തു രണ്ടാമത് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയെ അംർ ഇബ്നുൽ ജമൂഹ് തങ്ങൾ. 40 കൊല്ലങ്ങൾക്ക് ശേഷം മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്തു റാഷിദക്ക് ശേഷം ഭരിച്ച മഹാനല്ലേ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം ഭരണം നടത്തുന്ന 45 വർഷങ്ങൾക്ക് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയ അമീർ മഹാനായ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ. അവര് മദീനയിലേക്ക് ഒരു കനാലിന്റെ പ്രൊജക്ട് ഉണ്ടാക്കിയിരുന്നു. മദീനത്തേക്ക് ഇറിഗേഷൻ, വെള്ളം കൊണ്ടുപോകാൻ ഒരു കനാൽ കീറാൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ കനാൽ കീറുമ്പോ ശുഹദാഇന്റെ ഖബറൊക്കെ കിടക്കുന്ന ഭാഗത്തിന്റെ അരികിലൂടെയാണ് കനാൽ കീറിപ്പോയത്. കീറി നോക്കുമ്പോ കനാലിൽ ചോര കാണുന്നു. സ്വഹാബത്ത് പണിക്ക്, താബിഈങ്ങൾ ജീവിച്ചിരിക്കുന്ന കാല, സ്വഹാബികളുള്ള കാലമാണ്. പണിയൊക്കെ നിർത്തിവെച്ചു. ഖബർ മണ്ണെന്ന് ചോര. നമുക്കൊക്കെ എത്ര അനുഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ നാടുകളിൽ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മളെ നാട്ടിലില്ലേ? നമ്മുടെ മഹാന്മാരായ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും മഖാമുകളൊക്കെ നാട്ടിൽ ഉണ്ടായതൊക്കെ അങ്ങനെയല്ലേ? അറിയപ്പെടാതിരുന്ന ആളുകൾ മണ്ണ് കുഴിക്കുമ്പോഴാണ് കാണുക. അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ അടയാളങ്ങൾ വെച്ചു കൊടുക്കല്ലേ? നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാകും? ആ മണ്ണിൽ നിന്ന് ചാലുന്ന ചോര വന്നപ്പോൾ നിർത്തിവെച്ചു. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഇവരെ കൊണ്ടുവന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു. അവരിറങ്ങിയിട്ട് മണ്ണ് നീക്കി നോക്കുമ്പോ ഫഇദാ ഹുവ ഖദമു ഹംസ റളിയല്ലാഹു തആല അൻ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ഈ മണ്ണ് വെട്ടിയപ്പോൾ ഒരാളിന്റെ മൺവെട്ടി തട്ടിയിട്ട് ചോര വന്നതാ. അല്ലാഹു കാണിച്ചു കൊടുക്കുകയായിരുന്നില്ലേ ഇത്? 50 കൊല്ലങ്ങൾക്ക് ശേഷം സയ്യിദുൽ ശുഹദാ വബിഹംസത്തൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഒരു ജീവൻ, റൂഹിന്റെ സജീവമായ സാന്നിധ്യം